അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹോദരന്മാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ചർച്ച ചെയ്യുന്ന വിഷയം തവസ്സുലാണ്. അതായത് അത്തവസ്സുലു ഇലല്ലാഹ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നാം മാർഗത്തെ തേടുന്നു, കണ്ടെത്തുന്നു. ആ ഒരു മാർഗം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗമായിരിക്കണം, അല്ലെങ്കിൽ അത് ബിദ്അത്താകും. അതാണ് ഈ തവസ്സുലിൻ്റെ വിഷയത്തിൽ. ഒന്നുകിൽ അത് അനുവദിക്കപ്പെട്ട തവസ്സുലാകും, അല്ലെങ്കിൽ അത് ബിദ്അത്താകും. ഈ തവസ്സുൽ എന്ന് പറഞ്ഞിട്ട് ഇസ്തിഗാസയാണ് ഉദ്ദേശിക്കുന്നത്, അത് ശിർക്കാണ്. അപ്പോൾ എന്താണ് ഇസ്ലാം അനുവദിച്ച തവസ്സുൽ? എന്താണ്? അപ്പോൾ അള്ളാഹുവിലേക്ക് നാം അടുക്കുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാം അള്ളാഹുവിനോട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് ഒക്കെ നാം ഉദ്ധരിച്ചുകൊണ്ട് വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, അവ മുഖേന അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ചോദിക്കുക. അപ്പം നമുക്ക് റഹ്മത്തൊക്കെ ചോദിക്കുമ്പോൾ, മഗ്ഫിറത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മാൻ, ഗഫാർ, ഗഫൂർ, ഗാഫിർ അദ്ദംബി വഖാബിൽ അത്തൗബി, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളൊക്കെ നാം ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈമാൻ, നമ്മുടെ തൗഹീദ്, വിശ്വാസം ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. റബ്ബന ആമന്ന ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബ്ന മഅശ്ശാഹിദീൻ. അപ്പോൾ അവിടെ വിശ്വാസികൾ പ്രാർത്ഥിച്ചത് അവരുടെ ഈമാൻ ആദ്യം പറഞ്ഞുകൊണ്ടാണ്. ഈമാനും ഇത്തിബാഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ നമ്മൾ ചെയ്ത സാലിഹായ കർമ്മങ്ങളെ ശരിക്ക് തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാം. എന്താണ് സാലിഹായ കർമ്മങ്ങൾ? അതായത് നമ്മുടെ നമസ്കാരം, നോമ്പ്, അതേപോലെ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം 3 പേര് ഒരു ഗുഹയിൽ അടക്കപ്പെട്ടു, അവർ കുടുങ്ങിപ്പോയി, ഒരു പാറക്കല്ല് അതിനെ അടച്ചു എന്നാണ് സഹീഹായ ഹദീസുകളിൽ, ബുഖാരിൽ, മുസ്ലിമുള്ള ഒരു സംഭവമാണ്, വസല്ലം പഠിപ്പിച്ചതെന്നാണ്. അപ്പോൾ അവരെന്താണ് ചെയ്തത്? പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഏറ്റവും അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള പ്രവർത്തനങ്ങൾ, കർമ്മങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും അങ്ങനെ ആ പാറക്കല്ല് ഘട്ടം ഘട്ടമായിട്ട് അതിൽ നിന്ന് ശരിക്കും നീങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ ഇതാണ് സഹോദരന്മാരെ ശർഇൽ അനുവദിക്കപ്പെട്ട തവസ്സുൽ. എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ തെറ്റിദ്ധരിച്ച എത്രയോ സഹോദരന്മാർ ഇസ്ലാം പഠിപ്പിക്കാത്ത തവസ്സുലാണ് കാര്യമായി അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്താണത്? അതായത് അമ്പിയ ഔലിയാക്കളെ മുൻനിർത്തിക്കൊണ്ട് അവർ മുഖേന അവരെ ഇടയാളന്മാരാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതായത് റസൂലുള്ളാഹിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട്, മഹത്തുക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ഞങ്ങൾ ചോദിക്കുന്നു എന്ന തവസ്സുലാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിക ആയത്തുകളിലോ അതേപോലെ തന്നെ ഹദീസിലോ ഒന്നുമില്ല. ശുദ്ധ ഖുർആനിൽ എന്താ ഉള്ളത്? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല എന്നാണ്. അതായത് ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗത്തെ നിങ്ങൾ പിടിക്കുക. എന്താണ് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം റാസി തഫ്സീറിൽ പറയുന്നു, ഈ വസീല എന്താ ഉദ്ദേശിക്കുന്നത്? ഫകാനൽ മുറാദു തലബൽ വസീലതി ഇലൈഹി ഫീ തഹ്സീലി മർദാതിഹി. അപ്പോൾ അള്ളാഹുവിൻ്റെ മർദാത്ത് ലബ്ധിക്ക് വേണ്ടി ശരിക്ക് അള്ളാഹുവിലേക്കുള്ള ആ മാർഗത്തെ നാം കണ്ടെത്തുക, തേടുക. എങ്ങനെയാണ്? വദാലിക ബിൽ ഇബാദാതി വത്താആത്ത്. ശ്രദ്ധിക്കണം, ഇബാദത്തുകളും താഅത്തുകളൊക്കെ, സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ഒക്കെ അള്ളാഹുവിനെ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ പരിശ്രമിക്കുക എന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട എന്താണ്? ബിദ്അത്തായ തവസ്സുലിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. അതായത്
അമ്പിയ ഔലിയാക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു എന്നത് ശരിക്ക് നബിയോ സഹാബികളോ പഠിപ്പിക്കാത്ത ദീനാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾ കാണുന്നത് അല്ലാമ ബുർഹാനുദ്ദീൻ ഇബ്നു മാസ അൽ ബുഖാരിയുടെ ഫിഖിൻ്റെ കിതാബാണ് അൽ മുഹീത്തുൽ ബുർഹാനി ഫിൽ ഫിഖ്ഹിൻ നുഅ്മാനി. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബിലെ പ്രസിദ്ധമായ കിതാബാണ് അൽ മുഹീത്തുൽ ബുർഹാനി. അൽ മുഹീത്തുൽ ബുർഹാനി എന്ന കിതാബ് ഇബ്നു മാസ എഴുതുന്നു. ഇബ്നു തൈമിയ്യക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ പണ്ഡിതനാണ് ബുർഹാനുദ്ദീൻ ഇബ്നു മാസ അൽ ബുഖാരി. അദ്ദേഹത്തിൻ്റെ അൽ മുഹീത്തുൽ ബുർഹാനി 5-ാം വാള്യം 312-ാമത്തെ പേജിൽ പറയുന്നു, ദുആഉമായി ബന്ധപ്പെട്ട മസ്അലകൾ ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നു, വയുക്റഹു അയ്ദൻ അൻ യഖൂല അർ-റജുലു ഫി ദുആഇഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി അംബിയാഇക വറസുലിക ലിഅന്നഹു ലാ ഹഖ്ഖ ലിഅഹദിൻ മിനൽ മഖ്ലൂഖീന അല അല്ലാഹി തആല. അപ്പോൾ ഒരാൾ തൻ്റെ പ്രാർത്ഥനയിൽ അംബിയ മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട് അള്ളാഹുവേ ഞാൻ എന്നോട് ചോദിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അത് മക്രൂഹാണ്. ഈ കറാഹത്ത് തന്നെ അത് ഹറാമിൻ്റെ തെഹ്രീമിൻ്റെ കറാഹത്താണെന്ന് വേറെ ഇമാമിയങ്ങൾ. എന്താണ് ഇതിൻ്റെ കാരണം? ലിഅന്നഹു ലാ ഹഖ്ഖ ലിഅഹദിൻ മിനൽ മഖ്ലൂഖീന അലല്ലാഹ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മേലെ മഖ്ലൂഖീങ്ങൾക്ക് ഒരു ഹക്കുമില്ല എന്ന്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ പാടില്ല. വഫിൽ മുൻതഖ എന്ന കിതാബിൽ പറയുന്നു, അൻ അബി യൂസുഫ അൻ അബി ഹനീഫത ലാ യൻബഗി ലിഅഹദിൻ അൻ യദ്ഉ അല്ലാഹ ഇല്ലാ ബിഹി. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് തന്നെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. സൃഷ്ടികളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കരുത് എന്ന് ഇമാം അബൂ ഹനീഫ. അപ്പോൾ സഹോദരന്മാർ ശ്രദ്ധിക്കണം, ഇവിടെ ശരിക്ക് അള്ളാഹുവിൻ്റെ മേലെ ഒരു ബാധ്യത അടിച്ചേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് എന്നാണ് ഉദ്ദേശമെന്ന് ചില സഹോദരന്മാർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ശരിക്ക് ഇമാം അബൂ ഹനീഫ തവസ്സുല് ഈ അർത്ഥമല്ലാത്ത രൂപത്തിൽ റസൂലിൻ്റെ അല്ലെങ്കിൽ അംബിയ മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട് ചോദിക്കാമെന്ന് അവിടെ പറയുമായിരുന്നു. കാരണം തഅഖീറുൽ ഹാജതി അനിൽ ബയാൻ, തഅഖീറുൽ ബയാനി അൻ വഖ്തിൽ ഹാജതി, അതായത് ഹാജത്തിൻ്റെ ആ സമയത്ത് നിന്ന് ബയാന് നീട്ടിവെക്കുന്നത് ശരിക്ക് അത് പാടില്ല, ലാ യജൂസു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് ശരിക്ക് ഒരു നിയമമാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? അത് കൂടാതെ ഇമാം അബൂ ഹനീഫ പറയുന്നു, ലാ യൻബഗി ലിഅഹദിൻ അൻ യദ്ഉ അല്ലാഹ ഇല്ലാ ബിഹി. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ സൃഷ്ടികളുടെ ഹക്ക് കൊണ്ട് ചോദിക്കുക, മുർസലീങ്ങളുടെ ഔലിയാക്കളുടെ ഹക്ക് കൊണ്ട് ചോദിക്കുക, അത് ശരിക്ക് പാടില്ലാത്തതാകുന്നു. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ സൃഷ്ടികളുടെ ഹക്ക് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശരിക്ക് ഇമാം അബൂ ഹനീഫ പോലെയുള്ള ഇമാമിങ്ങൾക്ക് എതിർത്തിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫയാകട്ടെ ഒരിക്കലും അംബിയ ഔലിയാക്കളുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അവരോട് ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്തിട്ടില്ല. നാം മനസ്സിലാക്കണം, ഇസ്തിഗാസത്തെ വസ്തുലൊക്കെ നാം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പൂർവികരായ സഹാബികൾ, താബിഈങ്ങൾ അവർ ആരെയും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. തവസ്സു ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ഉടനെ തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എന്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഖിലാഫത്ത് ആർക്കാണ് വേണ്ടത്, റസൂലുള്ളാഹിനെ എവിടെയാണ് ഖബറടക്കേണ്ടത് എന്നീ വിഷയങ്ങളിലൊക്കെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ തന്നെ അവിടെയൊക്കെ ഇസ്തിഗാസ അനുവദനീയമാണെങ്കിൽ അവിടെ ഇസ്തിഗാസ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ തവസ്സുൽ അനുവദനീയമാണെങ്കിൽ അള്ളാഹുവേ ഞങ്ങൾ റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്, ആ റസൂലുള്ളാഹിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു, ഇതാണ് നമ്മുടെ സലഫികളുടെ ശൈലി. ഇങ്ങനെയാണ് സലഫികൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാൻ കൽപ്പിക്കപ്പെട്ടത് പ്രമാണങ്ങളിൽ. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സലഫിലേക്ക് മടങ്ങണം, നമ്മുടെ പൂർവികരിലേക്ക് മടങ്ങണം. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അപ്പോൾ നമ്മുടെ പൂർവികരായ സഹാബികൾ, താബിഈങ്ങൾ, അത്ബാഉ താബിഈങ്ങൾ, ഇവരൊക്കെ ഈ തവസ്സുൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇവർ ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടുണ്ടോ?
അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ദീന് പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ സഹോദരന്മാരൊക്കെ അമ്പിയ ഔലിയാക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പല സംഗതികളും ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല. അതുകൊണ്ട് സുന്നത്തിലേക്ക് മടങ്ങണം, തൗഹീദിലേക്ക് മടങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹിദുകളായി സുന്നത്ത് വെറുതെ സുന്നത്ത് ജമാഅത്ത് പറയല്ല, പേരുകൊണ്ട് പറയല്ല, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുകയും അത് ആത്മാർത്ഥമായി അതനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ബിദ്അത്തുകളിൽ നിന്ന് മോചിതനായ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അൻ നബിയിന റസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.